ചില സിനിമകൾ കാണുമ്പോൾ ആഹാ കൊള്ളാമല്ലോ എന്ന് തോന്നും. എന്നാൽ ചില സിനിമകൾ അങ്ങനെയല്ല. അതിൽ നമ്മളെ തന്നെ കണ്ടെത്തും. സിനിമ തുടങ്ങി മുന്നോട്ടു പോകുന്തോറും നമ്മളാണ് അതെന്ന് തോന്നും. നമ്മൾ എപ്പോഴോ പറഞ്ഞ ഡയലോഗുകൾ, ചിരിച്ച മുഹൂർത്തങ്ങൾ, നഷ്ടവും ഏറെ ഇഷ്ടവും ചാലിച്ച പ്രണയം, ജീവിതത്തിൽ ഒരിക്കലും പറയാതെ പോയ കാര്യങ്ങൾ, തിരികെ കിട്ടാത്ത നിമിഷങ്ങൾ. അങ്ങനെ ജീവിതത്തിന്റെ ഏതോ കോണിൽ കിടന്നിരുന്ന നമ്മുടെ ഓർമ്മകളെ തട്ടിയുണർത്തി മനസ്സിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു സിനിമയാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ്. ഒരു പക്ക ഫീൽ ഗുഡ് ഫാമിലി റോം കോം ചിത്രമെന്ന് ചുരുക്കി പറയാം. 2 മണിക്കൂർ 37 മിനിറ്റ് മനസ്സറിഞ്ഞ് ചിരിച്ച് ആസ്വദിക്കാനാവുന്ന പടമാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ്. നായികയെ അവതരിപ്പിച്ചുകൊണ്ടാണ് ബേത്ലഹേം കുടുംബ യൂണിറ്റ് തുടങ്ങുന്നത്. പിന്നീട് പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത് ഒരു യമണ്ടൻ ഫ്ലാഷ് ബാക്കിലേക്കാണ്. ഇവിടെയാണ് ആഷ്ലിയും ജസ്റ്റിനുമുള്ളത്. നമ്മുടെ ചുറ്റുപാടുമെല്ലാം കാണുന്ന സാധാരണക്കാരായ കുടുംബങ്ങളാണ് ഇരുവരുടേതും. അച്ഛനും അമ്മയും ഷോർട്ട് ഫിലിം ഭ്രാന്തനായ അനുജനും അടങ്ങുന്നതാണ് ജസ്റ്റിന്റെ കുടുംബം. അച്ഛനും അമ്മയും സഹോദരനുമാണ് ആഷ്ലിയുടെ ഫാമിലി. ഒരിക്കൽ ആഷ്ലിയും കുടുംബവും ജസ്റ്റിന്റെ അയൽക്കാരായി എത്തുന്നു. കല്യാണപ്രായം കഴിയാറായിട്ടും ഒറ്റത്തടിയായി നടക്കുന്നവനുമായ ജസ്റ്റിനോട് ആഷ്ലിക്ക് ഒരു അടുപ്പവും ഇഷ്ടവും ഒക്കെ തോന്നുന്നു. പിന്നീടെന്തു സംഭവിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ കഥ. രസകരമായ മുഹൂർത്തങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഫസ്റ്റ് ഹാഷ് ആദ്യാവസാനം വരെ ഫൺ എലമെന്റുകളാൽ മുഖരിതമായിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട, ഏച്ചുകെട്ടലുകളിലില്ലാത്ത തമാശകൾ. നിവിനും സംഗീതും റോഷൻ ഷാനവാസും ഷമീർ ഖാനും സുരേഷ് കൃഷ്ണയും ഉൾപ്പെടെ എല്ലാവരും വാ തുറന്നാൽ തന്നെ ചിരിപ്പിക്കുകയാണ്. ജെൻസികളെയും ഫാമിലിയെയും ഒരുമിച്ച് എന്റർടൈൻ ചെയ്യിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൽ 100% നീതി പുലർത്താൻ ഗിരീഷ് എഡിക്ക് സാധിച്ചിട്ടുണ്ട്.